പോത്തങ്കോട് കൊലക്കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. വയോധിക ബലാത്സംഗത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടെത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു. കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംശയകരമായി CCTV ദൃശ്യങ്ങളിൽ കണ്ട പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പോത്തൻകോട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇവരുടെ മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന ലുങ്കി മൃതദേഹത്തിൽ മൂടിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ സഹോദരിയാണ് വയോധികയെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇയാൾ ഷർട്ടിടാതെ നിന്നത് വയോധിക ചോദ്യം ചെയ്തെന്നും ഇതേ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചെന്നുമാണ് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കസ്റ്റഡിയിലുള്ള ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പ്രതിയിൽ നിന്നും വയോധികയുടെ നഷ്ടപ്പെട്ട കമ്മൽ കണ്ടെത്തിയിട്ടുണ്ട്. പോക്സോ കേസ് പ്രതി തൗഫീഖ് മോഷണത്തിന് വേണ്ടിയാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. തങ്കമണിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. മുഖത്ത് നഖം കൊണ്ട് മുറിവേറ്റിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം വ്യാപകമാക്കി. തുടർന്നാണ് തൗഫീഖിലേക്ക് എത്തുന്നത്. രാജാജി നഗറിൽ നിന്ന് കുഞ്ഞുമോൻ എന്നയാളുടെ ബൈക്ക് മോഷ്ടിച്ചാണ് പ്രതി സംഭവ സ്ഥലത്ത് എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബൈക്ക് മോഷ്ടിച്ചതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തങ്കമണി വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. സഹോദരി വീട്ടിലെത്തിയപ്പോഴാണ് തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണം ഞങ്ങൾ തരും. മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണിതെന്നാണ് പ്രാഥമിക നിഗമനം. 69 വയസ്സുകാരിയാണ് കൊയ്ത്തൂർക്കോണം സ്വദേശി മണികണ്ഠ ഭവനിൽ തങ്കമണി. തങ്കമണിയുടെ വീടിനോട് ചേർന്നുള്ള സഹോദരന്റെ വീടിന്റെ പിറകിലായാണ് മൃതദേഹം കണ്ടെത്തിയത്.